നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തിലെ വോട്ടിന് പുറമെ തപാൽ വോട്ടും ഭിന്നശേഷിക്കാരും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും വീട്ടിലിരുന്ന് ചെയ്ത വോട്ടിന്റെ കണക്ക് കൂടി ചേർത്തതോടെ ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വർധനവ്. കുട്ടികൾക്കുള്ള റേഡിയോ കൺട്രോൾ കാർ റേസിംഗ് ലീഗ് ജൂണിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. 2024-25 അധ്യയന വർഷം 9 അതിൽ താഴെയോ ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സിൽ കവിയാത്ത കുട്ടികൾക്ക് സെലക്ഷനിൽ പങ്കെടുക്കാമെന്നും ഭാരവാഹികൾ. താറാവ് കർഷകർക്ക് ഇൻഷുറൻസും നഷ്ടപരിഹാരവുമായി ലക്ഷങ്ങൾ നേടാനുള്ള തന്ത്രമാണ് പക്ഷിപ്പനി പ്രചാരണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ആലപ്പുഴ ചിക്കൻ മർച്ചന്റ് അസോസിയേഷൻ ആരോപിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിലെ CCTV ക്യാമറകൾക്ക് ഇടിമിന്നലിനെ തുടർന്നുണ്ടായ തകരാറുകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കിയതായി അധികൃതർ അറിയിച്ചു. മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ മിന്നൽ രക്ഷാചാലകങ്ങൾ സ്ഥാപിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തിലെ വോട്ടിന് പുറമെ തപാൽ വോട്ടും ഭിന്നശേഷിക്കാരുടെയും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും വീട്ടിലിരുന്ന് ചെയ്ത വോട്ടിന്റെ കണക്ക് കൂടി ചേർത്തതോടെ ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വൻ വർധനവുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തിലെ വോട്ടിന് പുറമെ തപാൽ വോട്ടും ഭിന്നശേഷിക്കാരും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും വീട്ടിലിരുന്ന് ചെയ്ത വോട്ടിന്റെ കണക്ക് കൂടി ചേർത്തതോടെ ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരും അവശ്യ സർവീസ് വിഭാഗത്തിലുള്ളവരുമാണ് വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിൽ എത്തി തപാൽ വോട്ട് രേഖപ്പെടുത്തിയത്. ആലപ്പുഴ മണ്ഡലത്തിൽ ആകെയുള്ള 14,83,000 വോട്ടർമാരിൽ 10,50,726 വോട്ടർമാരാണ് ബൂത്തിലെത്തി വോട്ട് ചെയ്തത്. അങ്ങനെ പോളിംഗ് ശതമാനം 75.05%. വീട്ടിലിരുന്ന് ചെയ്ത 11,842 വോട്ടും 3,162 തപാൽ വോട്ടും കൂടി ചേർന്നതോടെ ആകെ ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ട് 10,65,730 ഉയർന്നു. ഇതോടെയാണ് പോളിംഗ് ശതമാനം 55-ൽ നിന്നും 76.12 ആയത്. മാവേലിക്കര മണ്ഡലത്തിൽ ആകെയുള്ള 13,31,880 വോട്ടർമാരിൽ 8,78,360 പേരാണ് ബൂത്തിലെത്തി വോട്ട് ചെയ്തത്. വീട്ടിലിരുന്ന് ചെയ്ത 12,049 വോട്ടും 3,525 തപാൽ വോട്ടും കൂടി ചേർന്നതോടെ ആകെ വോട്ട് 8,93,934 പോളിംഗ് ശതമാനം 67.12 മാറുകയായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കുട്ടികൾക്കുള്ള റേഡിയോ കൺട്രോൾ കാർ റേസിംഗ് ലീഗ് ജൂണിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. 2024-25 അധ്യയന വർഷം 9 അതിൽ താഴെയോ ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സ് കവിയാത്ത കുട്ടികൾക്ക് സെലക്ഷനിൽ പങ്കെടുക്കാമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കുട്ടികൾക്കുള്ള റേഡിയോ കൺട്രോൾഡ് കാർ റേസിംഗ് ലീഗ് ജൂണിൽ എറണാകുളത്ത് നടത്തും. ന്യൂറോസ് എന്ന സ്പോർട്സ് സ്റ്റാർട്ടപ്പാണിത് ഒരുക്കുന്നത്. 10 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ജൂണിലെ ആദ്യ ലീഗിലേക്കുള്ള താരങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഈ മാസം 18 രാവിലെ 9 മുതൽ എറണാകുളം YMCA ഹാളിൽ നടക്കും. 2024-25 അധ്യയന വർഷം 9 അതിൽ താഴെയോ ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സ് കവിയാത്ത കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. 8 മാസം നീളുന്ന 6 മത്സരങ്ങൾ ലീഗിന്റെ ആദ്യ സീസണിൽ വിവിധ ജില്ലകളിലായി നടത്തും. വിശദ വിവരങ്ങൾ 98-95-10-6043 എന്ന ഫോണിൽ ലഭിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ലോകത്തിലെ ആദ്യത്തെ റേസിംഗ് ലീഗാണ് ഈ ന്യൂറോസ് റേഡിയോ കൺട്രോൾഡ് കാർ റേസിംഗ് ലീഗ്. ഇതിലൂടെ നമുക്ക് കുട്ടികളിലെ സയൻസ്, ടെക്നോളജി, മാനേജ്മെന്റ്, ബിസിനസ് എന്നീ മേഖലകളിലെ അവരുടെ കഴിവുകളെ കണ്ടെത്താനും അതിനെ കൂടുതൽ വളർത്തിയെടുക്കാനും സാധിക്കുന്നതോടൊപ്പം ഇന്ത്യയെ ഒരു സാങ്കേതിക ശാസ്ത്ര രംഗത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ രംഗത്ത് ഇന്ത്യ ഒരു വൻ ശക്തിയാക്കി മാറ്റാൻ നമുക്കിതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ഗവേഷക സ്ഥാപനമായ സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാർഗനിർദ്ദേശത്താൽ പ്രവർത്തിക്കുന്ന ന്യൂറോസ് എന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. SMRI കോർപ്പറേറ്റ് റിലേഷൻസ് ഹെഡ് ലബീബ് K. അലവി, ഭാരവാഹികളായ IS നിവേദിത, KC നിരഞ്ജന, ഇന്ദ്രജിത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു.
താറാവ് കർഷകർക്ക് ഇൻഷുറൻസും നഷ്ടപരിഹാരവുമായി ലക്ഷങ്ങൾ നേടാനുള്ള തന്ത്രമാണ് പക്ഷിപ്പനി പ്രചാരണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ആലപ്പുഴ ചിക്കൻ മർച്ചന്റ് അസോസിയേഷൻ ആരോപിച്ചു. താറാവ് കർഷകർക്ക് ഇൻഷുറൻസും നഷ്ടപരിഹാരവുമായി ലക്ഷങ്ങൾ നേടാനുള്ള തന്ത്രമാണ് പക്ഷിപ്പനി പ്രചാരണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ആലപ്പുഴ ചിക്കൻ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞങ്ങൾക്ക് കട തുറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ഇവർ പറയുന്നത് പക്ഷിപ്പനിയാണ്, അതുകൊണ്ട് കോഴിയെ എടുക്കാനോ വിൽക്കപ്പെടാനോ സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ കട പൂട്ടിക്കും, ഫൈനടിക്കും എന്നുള്ള ഭീഷണി സ്വരത്തിലാണ് ഇവർ ഞങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ അതിൽ ഞങ്ങൾക്ക് തർക്കമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. എന്നാൽ ഇങ്ങനെ കട അടച്ചിടുമ്പോൾ ആലപ്പുഴയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഒരുമിച്ച് അടച്ചിടുകയോ എവിടെയും കോഴി വ്യാപാരം നടത്തി ആലപ്പുഴയിൽ പക്ഷിപ്പനിയുണ്ടെന്ന് പ്രചരിപ്പിച്ച് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഇറച്ചിക്കോഴികളുടെ വിപണി തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വൻകിട കമ്പനികളുടെ ചിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി അന്യസംസ്ഥാന ലോബി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സർക്കാർ അന്വേഷിക്കണം. പക്ഷിപ്പനിയുടെ പേരിൽ കൊല്ലുന്ന താറാവൊന്നിന് 242 രൂപ ഇൻഷുറൻസും സർക്കാർ അനുവദിക്കുന്ന നഷ്ടപരിഹാരം വേറെയും കിട്ടും. എന്നാൽ ഇറച്ചിക്കോഴി കർഷകർക്ക് വ്യാപാരികൾക്കും കോടികളുടെ നഷ്ടമാണിപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജില്ലയിൽ 28 തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ കോഴി, താറാവ് എന്നിവയുടെ ഇറച്ചിയും മുട്ടയും വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. ഇറച്ചിക്കോഴിക്ക് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അതിനാൽ കോഴിയിറച്ചി വിൽപ്പന നിയന്ത്രണം ഉടൻ പിൻവലിക്കണം. ഇല്ലെങ്കിൽ നിയമം ലംഘിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുമെന്നും പ്രസിഡന്റ് KM നസീർ, സെക്രട്ടറി ഷിഹാബ് റഷീദ്, ട്രഷറർ അബ്ദുൽ സലാം, ഭാരവാഹികളായ അൻസിൽ, അസീബ്, അൻഷാദ് എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിലെ CCTV ക്യാമറകൾക്ക് ഇടിമിന്നലിനെ തുടർന്നുണ്ടായ തകരാറുകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കിയതായി അധികൃതർ പറഞ്ഞു. മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ മിന്നൽ രക്ഷാചാലകങ്ങൾ സ്ഥാപിക്കുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയതായും അധികൃതർ സൂചിപ്പിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിലെ CCTV ക്യാമറകൾക്ക് ഇടിമിന്നലിനെ തുടർന്നുണ്ടായ തകരാറുകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കി. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം വോട്ടെണ്ണൽ കേന്ദ്രമായ സെയിന്റ് ജോസഫ്സ് കോളേജ് HS&HSSൽ വോട്ടിംഗ് യന്ത്രം സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിലെ CCTV ക്യാമറയാണ് ചൊവ്വാഴ്ച രാത്രിയുണ്ടായ കനത്ത മഴയിലും മിന്നലിലും കേടുപാടുകൾ മൂലം തകരാറിലായത്. സെയിന്റ് ജോസഫ്സ് കോളേജ് HS&HSSൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 244 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച രാത്രിയുണ്ടായ ഇടിമിന്നലിൽ 169 എണ്ണത്തിന് വിവിധ തകരാറുകൾ സംഭവിച്ചു. ഇതിൽ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട ക്യാമറകൾ അന്നു രാത്രി തന്നെ പ്രവർത്തനക്ഷമമാക്കി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും IT മിഷൻ ടെക്നീഷ്യന്മാരും ഉടൻ തന്നെ സ്ഥലത്തെത്തിയാണ് ക്യാമറകളുടെ തകരാർ മണിക്കൂറുകൾക്കകം പരിഹരിച്ചത്. ബുധനാഴ്ച രാവിലെയോടെ എല്ലാ ക്യാമറകളും പൂർവ്വസ്ഥിതിയിലാക്കി പ്രവർത്തനക്ഷമമാക്കിയതായി ജില്ലാ കളക്ടറും അറിയിച്ചു. മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ മിന്നൽ രക്ഷാചാലകങ്ങൾ സ്ഥാപിക്കുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകി. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും 3 തട്ടിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് ഈ മാസം 7 രാവിലെ 11 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിലുള്ള പരാതികൾ പരിഗണിക്കുന്നതോടൊപ്പം പുതിയ പരാതികളും സ്വീകരിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തിലെ വോട്ടിന് പുറമെ തപാൽ വോട്ടും ഭിന്നശേഷിക്കാരും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും വീട്ടിലിരുന്ന് ചെയ്ത വോട്ടിന്റെ കണക്ക് കൂടി ചേർത്തതോടെ ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വർധനവ്. കുട്ടികൾക്കുള്ള റേഡിയോ കൺട്രോൾ കാർ റേസിംഗ് ലീഗ് ജൂണിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. 2024-25 അധ്യയന വർഷം 9ഓ അതിൽ താഴെയോ ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സിൽ കവിയാത്ത കുട്ടികൾക്ക് സെലക്ഷനിൽ പങ്കെടുക്കാമെന്നും ഭാരവാഹികൾ. താറാവ് കർഷകർക്ക് ഇൻഷുറൻസും നഷ്ടപരിഹാരവുമായി ലക്ഷങ്ങൾ നേടാനുള്ള തന്ത്രമാണ് പക്ഷിപ്പനി പ്രചാരണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ആലപ്പുഴ ചിക്കൻ മർച്ചന്റ് അസോസിയേഷൻ ആരോപിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിലെ CCTV ക്യാമറകൾക്ക് ഇടിമിന്നലിനെ തുടർന്നുണ്ടായ തകരാറുകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കിയതായി അധികൃതർ അറിയിച്ചു. മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ മിന്നൽ രക്ഷാചാലകങ്ങൾ സ്ഥാപിക്കുന്നതിന്
ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.